സ്വർണം ഒരു സ്നേഹത്തിൻ്റെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ്. ഏതായാലും ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്. കാലം, ദേശങ്ങൾ, സംസ്കാരങ്ങൾ, എവിടെയെല്ലാം മനുഷ്യന്റെ കാൽപ്പാടുകൾ പതിനോ അവിടെയെല്ലാം തിളക്കമാർന്ന ഒരു ലോഹത്തിന്റെ കഥയുണ്ട്. 1000 വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം എന്ന് പറയാറില്ലേ? എന്നാൽ ഒരു ചിത്രങ്ങൾക്കും പകരം വെക്കാനാവാത്ത തിളക്കം ഒരു ലോഹത്തിനുണ്ട്. ഇത് അങ്ങനെ ഒരു ലോഹത്തിന്റെ കഥയാണ്. സ്വർണം. നിഗൂഢമായ ഒരു ആകർഷണ ശക്തി ഈ മഞ്ഞ ലോഹത്തിനുണ്ട്. 6000 വർഷങ്ങൾക്കപ്പുറം മെസൊപ്പൊട്ടേമിയയിലെ പുരാതന നഗരങ്ങളിലും ഈജിപ്തിലെ ഫറോവമാരുടെ ശവകുടീരങ്ങളിലും ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളും ഈ ലോഹത്തിൽ കൊത്തിവെക്കപ്പെട്ടു. ദൈവങ്ങളുടെ കണ്ണുനീരായും അനശ്വരമായ അധികാരത്തിന്റെ പ്രതീകമായും സ്വർണം വാഴ്ത്തപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് വെറുമൊരു ലോഹമല്ല, വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകം കൂടിയാണ്. വർഷങ്ങൾ മുന്നോട്ടു പോകുന്തോറും ഈ തിളക്കം ലോക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറി. ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം ഈ ലോഹത്തിന്റെ ശേഖരത്തെ ആശ്രയിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന യുഗം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ആ പുരാതന കാലഘട്ടത്തിൽ നിന്നാണ്. പിന്നീട് ഈ സ്വർണ്ണബന്ധം എങ്ങനെയാണ് ആധുനിക ഡിജിറ്റൽ യുഗത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നും ഗോൾഡ് ETF എന്ന പുതിയ നിക്ഷേപ രീതിയെക്കുറിച്ചും അതുയർത്തുന്ന ധാർമ്മികവും വിശ്വാസപരമായ ചോദ്യങ്ങളും ഒരുപാട് ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ കടന്നുപോയ സ്വർണം അതിന്റെ രൂപം മാറി. എന്നാൽ അതിന്റെ അന്തസത്ത മാറിയിട്ടില്ല. ഫറോവമാരുടെ നെഞ്ചിലെ ആഭരണങ്ങളിൽ നിന്ന് ഇന്ന് ഡിമാറ്റ് അക്കൗണ്ടുകളിലെ ഇലക്ട്രോണിക് യൂണിറ്റുകളിലേക്ക് അത് യാത്ര തുടർന്നു. ആധുനിക ലോകത്ത് സ്വർണവുമായുള്ള നമ്മുടെ ബന്ധത്തിന് പുതിയ രൂപം കൈവന്നു. ഭൗതിക സ്വർണം സൂക്ഷിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾക്കും അതിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിലെ വെല്ലുവിളികൾക്കും ഒരു പരിഹാരമായി സാങ്കേതിക വിദ്യ പുതിയ വാതിൽ തുറന്നു. ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ. 2003 ലോകത്ത് ആദ്യമായിട്ട് ഗോൾഡ് ETF വരുന്നത്. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലാണ് ആദ്യം തുടങ്ങിയത്. 2007 ആയപ്പോഴേക്ക് ഇന്ത്യയിലും ഗോൾഡ് ETF തുടങ്ങിയിട്ടുണ്ട്. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഡിജിറ്റൽ രൂപത്തിലുള്ള സ്വർണമാണിത്. ഗോൾഡ് ETF യൂണിറ്റുകൾ പരിശുദ്ധിയുള്ള സ്വർണ്ണക്കട്ടികളാൽ പിന്തുണക്കപ്പെടുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ വില ആഭ്യന്തര സ്വർണ്ണവിലയെ കൃത്യമായി പിന്തുടരുന്നു. പണിക്കൂലിയോ സംഭരണ ചെലവോ മോഷണത്തെക്കുറിച്ചുള്ള ആശങ്കകളോ ഇല്ലാതെ സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ ഇത് സാധാരണക്കാരെ സഹായിക്കുന്നു. ഒരു ഓഹരി വാങ്ങുന്ന ലാഘവത്തോടെ ഏതു നിമിഷവും ഇവ വാങ്ങാനും വിൽക്കാനും കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം. ഇമ്മീഡിയറ്റ്ലി അവനിക്ക് മൊബൈൽ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഒരു ETF യൂണിറ്റ് വാങ്ങാം. അപ്പൊ അങ്ങനെ അത് എവിടുന്ന് വാങ്ങാം, ഏത് സമയത്തും വാങ്ങാം. സ്വർണ്ണ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങളെ പിന്തുടരാൻ ലക്ഷ്യമിടുന്ന ചിലവ് കുറഞ്ഞ ഒരു നിക്ഷേപ മാർഗമാണിത്. എല്ലാ സാമ്പത്തിക വിഷയങ്ങളിലും എന്ന പോലെ ഇസ്ലാമിക ധന തത്വമനുസരിച്ച് സ്വർണത്തിൽ നിക്ഷേപിക്കുമ്പോഴും കർശനമായ നിബന്ധനകൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ സ്വർണം ഒരു വിനിമയോപാധിയായാണ് കണക്കാക്കുന്നത്. പ്രധാനമായും ഈ ഹദീസാണ് അടിസ്ഥാനം. സ്വർണം സ്വർണത്തിന് സമമായിരിക്കണം. കൈമാറ്റം ഉടനടി നടക്കണം. ഇത് യഥംബിയത് എന്ന തത്വമാണ്. ഒരു നിക്ഷേപം ഹലാലാകണമെങ്കിൽ പൂർണ്ണമായ ഭൗതിക പിന്തുണയും നിക്ഷേപകന് അതിൽ വ്യക്തമായ ഉടമസ്ഥാവകാശവും നിർബന്ധമാണ്. കൂടാതെ ഊഹക്കച്ചവട രീതികൾ ഒഴിവാക്കുകയും വേണം. എന്നാൽ ഗോൾഡ് ETF സംബന്ധിച്ച് പണ്ഡിതർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ചിലർ ഇതിനെ ഹലാലായി അംഗീകരിക്കുമ്പോൾ മറ്റു ചിലർ ഭൗതികമായ കൈവശവും തൽക്ഷണ കൈമാറ്റവും നടക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് ഹറാം എന്ന് പ്രഖ്യാപിക്കുന്നു. കാബൂൾ എന്ന് പറയുന്ന ആ ഒരു ഷർത്ത്, ആ ഒരു നിബന്ധന ഗോൾഡ് ETF നമുക്ക് പാലിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ഗോൾഡ് ETF മതവിധി അത് സംശയാസ്പദമായിട്ടാണ് പല പണ്ഡിതന്മാരും കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ധനതത്വം പാലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിക്ഷേപകൻ അംഗീകൃതമായ ഒരു ശരീഅത്ത് ബോർഡ് ശുപാർശ ചെയ്ത ഗോൾഡ് ETF മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. കുറ്റമറ്റ രൂപത്തിലുള്ള രേഖകളും മറ്റൊക്കെ സൂക്ഷിച്ച് കൈമാറുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് ചില പണ്ഡിത സഭകളും പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. നമ്മുടെ ഈ യാത്ര അവസാനിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ലോകം എത്ര മാറിയാലും ഈ തിളക്കമുള്ള ലോഹത്തിന്റെ മൂല്യം വിശ്വാസത്തിലും വിനിമയത്തിലും മാറ്റമില്ലാതെ നിലനിൽക്കും.